ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ ഇന്നത്തെ നോമിൻ്റെ മൂന്നാമത്തെ സിനിമയും തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് PVR ലുലുമാളിലാണ് പടം കാണുന്നത്. PVRൻ്റെ പാർക്കിംഗ് ലോട്ടിലാണുള്ളത്. പാർക്കിംഗ് ലോട്ടിലൊക്കെ പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണം, ഇങ്ങനെ മ്യൂസിക് ഇടണ്ടാന്ന്. ഒന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. നടന്നു പോകുമ്പോൾ തന്നെ എന്തിനാണ് പാർക്കിംഗ് ലോട്ടിൽ മ്യൂസിക് ഇടുന്നത്, ഇത്രയും സൗണ്ടിൽ? അതും വരാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴും സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനോട് ഒന്ന് ചേർത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടിറങ്ങിയ സിനിമ ഗവർണറാണ്. മനോജ് ബാജ്പേയി അങ്ങേരൊരു മുതലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ണങ്കാച്ചി ആക്ടറാണ്. നമുക്ക് എന്ത് വേണേലും പുള്ളിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാം, പുള്ളി ചെയ്യുമെന്ന് പറയുന്ന പോലെ അത്രയും കൺവിൻസിങ് ആയിട്ട്, അത്രയും എന്താ പറയുക, പിടിച്ച് പെർഫോം ചെയ്യാന്ന് പറയില്ലേ, അങ്ങൊരു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ്. പക്ഷേ എനിക്ക് ഒരു മലയാളിയുടെ പേര് കൂടി പറയണം. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ തപ്പിയെടുത്തു. നൗഷാദ് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നൗഷാദ് മുഹമ്മദ് കുഞ്ഞെന്നാണ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. എന്ത് രസമായിട്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന മെയിൻ ക്യാരക്ടർ ഉണ്ടല്ലോ, മനോജ് ബാജ്പേയി ചെയ്തിട്ടുള്ള ക്യാരക്ടർ, അതിൻ്റെ കൂടെയുള്ള CR എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളി തമിഴാണ്, ഹിന്ദി അല്ലാതെ പറഞ്ഞ് ഞാൻ കേട്ടത്. അപ്പം ഒരു തമിഴ് ക്യാരക്ടറായിരിക്കാം. CR എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ആ ക്യാരക്ടർ, അയാൾ തുടക്കത്തിൽ മനോജ് ബാജ്പേയി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് ആദ്യം വിശ്വാസമില്ല, ഇവനൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ്. പക്ഷെ പുള്ളി പിന്നീട് അത് തിരിച്ചറിഞ്ഞു, ഒപ്പം നിന്ന്. അതുപോലെ ഒരു ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട്, ഫാദേഴ്സ് ഡോണ്ട് ക്വിറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മലയാളി താരത്തിൻ്റെ കൂടി ഗംഭീര പെർഫോമൻസ് കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഇവർ രണ്ടുപേരും നിറഞ്ഞ് അഭിനയിക്കുമ്പോൾ വേറെ കുറച്ച് ആളുകൾ അഭിനയിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അല്ലാതെ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അഭിനയിക്കുന്നു എന്ന് എനിക്ക് തോന്നി ഒന്ന് മധുബാലയാണ്. പുള്ളിക്കാരി ഒന്ന് എക്സ്പ്രഷൻ വാരിക്കോരി ഇടുന്നത് ക്യാരക്ടറിന് വേണ്ടിയിട്ടാന്ന് നോക്കാം. പക്ഷേ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ അതുണ്ട്. എക്സ്ട്രാ കയ്യിന്നിടുക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദാ ശർമ്മ അറിയാമല്ലോ, നമ്മുടെ കേരള സ്റ്റോറിയിൽ ശാലിനി ഉണ്ണികൃഷ്ണൻ ശരിക്കും ഈ സിനിമയിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഒന്ന് ഈ ഓവർ ആക്ട് ചെയ്യുന്നു എന്നുള്ളത്. 2 സ്കിൻ സോഫ്റ്റനിങ് ആണ്. അത് മധുബാലയ്ക്ക് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സോഫ്റ്റ് ആക്കിയിട്ടേ, ഇപ്പം എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കൂടുതൽ ഞാൻ സോഫ്റ്റ് ആക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മുഖം സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടിരിക്കുന്ന പോലെ ഫീൽ, ഒരു കൊറിയൻ സ്കിൻ എഫക്റ്റ് ഒക്കെ കിട്ടും. പക്ഷേ ഭയങ്കര വൃത്തികേടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ്റെ സ്കിന്ന് സോഫ്റ്റ് ആക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല. ഇത് സോഫ്റ്റ്വെയറിൽ ഇട്ട് പതപ്പിച്ച് കുറച്ചൊരു ഷെയ്ഡ് വരുന്നൊരു ഷാഡോ വരുന്ന സ്പേസിൽ ഇവർ നിൽക്കുമ്പോഴും ഈ വെളുപ്പിക്കൽ വെച്ചിട്ട് ചുറ്റുപാടൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ മുഖം മാത്രം ഇങ്ങനെ പേസ്റ്റ് തേച്ച് വെച്ച പോലെ ആയിപ്പോയി. അപ്പം അങ്ങനെ എന്തിനാണ് ഈ വൃത്തികേട് കാണിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ മലയാളിയായിട്ടുള്ള കൃഷാക്കുറുപ്പ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ മലയാളികൾ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം കൊണ്ടാണ് ഇവരുടെ പേരെടുത്ത് പറയുന്നത്. ഓവറോൾ ഇറ്റ്സ് ഗുഡ്. ആൻഡ് സിനിമ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടിയൊക്കെയാണ്. അത്യാവശ്യം സിനിമയെ എലിവേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലൊക്കെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോയിട്ടുണ്ട്. വിഷ്വൽ ആണെങ്കിലും ഈ പറയുന്ന ഈ സോഫ്റ്റനിങ് പരിപാടി കൊണ്ടുള്ള ഒരു എന്തിനാന്നേ മനുഷ്യന്മാരെ അങ്ങനെ കാണിക്കാൻ പറ്റണ്ടേ? സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, ഞങ്ങളുടെ ഭാരതത്തിലുള്ള സ്ത്രീകളുടെ സ്കിൻ ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഭയങ്കര ബോറാണ്. അതേസമയം ഇവർ ഈ ജോലിക്കാർ ലെവലിലേക്കൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇപ്പോൾ പി ഉണ്ട മകൾ എന്നൊക്കെ പറയുന്നത്, അവിടെ ഒന്നും ഇവർക്ക് ഈ സാധനമില്ല. അല്ലാത്തടത്തൊക്കെ തേച്ച് കൊടുക്കുക. എന്ത് പാടോ ഇതൊക്കെ? അതിൻ്റെ ഒരു വൃത്തികേടുണ്ട് മൊത്തത്തിൽ വിഷ്വലിൽ. പക്ഷേ ഈ പറയുന്നൊരു ടെൻഷൻ ബിൽഡിങ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളുണ്ട്. പക്ഷേ എവിടെയോ ഭയങ്കര ഒരു ലോ ബഡ്ജറ്റ് ഫീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ടോട്ടൽ വിഷ്വൽ ലാംഗ്വേജിൽ അത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ ബഡ്ജറ്റിൽ മാക്സിമം നമുക്ക് പുഷ്പിക്കാം എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്തതായിരിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു കഥാപശ്ചാത്തലം 1990-ൽ ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക കടക്കെണിയിലേക്ക് വീഴാൻ പോകുന്നു, ഇന്ത്യ ദരിദ്ര രാജ്യമാകും എന്ന് പറയുന്നതിൻ്റെ പീക്ക് മൊമെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ RBIയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വരുന്ന പുതിയ ഗവർണർ, ആ ഒരു കാര്യമൊക്കെ റിയൽ സ്റ്റോറിയൊക്കെയാണ്. പക്ഷേ അതിൽ അവർ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുമല്ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ഒരു വൃത്തിക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് പുഷ് ചെയ്യാനുള്ള കുറച്ച് പ്രൊപ്പഗൻഡ ഉണ്ടല്ലോ, അത് ഡയലോഗുകളിലൂടെയൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഈ രാജ്യത്തിനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണെന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ ഒരു ഭീകരത എന്തായിരുന്നു എന്ന് വാക്കുകളിലൂടെയൊക്കെ കൊണ്ടുവരാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ ആ പ്രഷർ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. എന്ന് വെച്ചാൽ 1-2 സീക്വൻസുകൾ കാണിക്കുന്നു, പിന്നെ RBI എന്നൊരു ഉദ്യോഗസ്ഥൻ നേരെ ഇറങ്ങി മന്ത്രിയെ കാണാൻ പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും മന്ത്രിയെ കാണാൻ പോകുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു റിയാലിറ്റിയുടെ ആ ഭീകരത നമുക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്യണമായിരുന്നു. ആ ഒരു പ്രഷർ ഫീൽ ചെയ്യണമായിരുന്നു. അത് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് തോന്നി. മറ്റൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയത്, RBIയുടെ ഈ ഗവർണർ വന്നു, പുള്ളി രാവിലെ ചാർജ് എടുത്ത് കുറേ ഐഡിയ ഒക്കെ ആയിട്ട് വന്നു. ഒന്ന് ഈ
പുള്ളിക്കാരൻ്റെ ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് റിയൽ ലൈഫിൽ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഈ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിലുള്ള എഫക്റ്റ് എന്താണെന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇപ്പോൾ വീട്ടിൽ സ്വർണ്ണം ഇരിപ്പുണ്ട്, അന്ന് നമുക്ക് സ്വർണ്ണം കുറച്ച് പണയം വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യുന്ന ഒരാൾ, അപ്പോൾ ഇയാളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, അയാളുടെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരു ലേമാന് മനസ്സിലാവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. റിസർവ് ബാങ്ക് ഗവർണർ വന്നിട്ട് ഇതിപ്പോൾ എന്താ പണി, ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് വളർന്ന എൻ്റെ വീട് ഞാൻ രക്ഷിച്ചു, അങ്ങനെയാണ് എനിക്കും ഗവർണർ ആവാലോ എന്ന് പറയുന്ന പോലെ ഇവർ സിമ്പിളാക്കിയിട്ടേ ഭയങ്കര സിമ്പിളായിപ്പോയി. എന്തായിരുന്നു ഇയാളുടെ കോർ ഐഡിയാസ്, ഇതെങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ടോട്ടാലിറ്റീനെ എഫക്ട് ചെയ്യുക. ഇപ്പോൾ കുറച്ച് കടമുണ്ട്, കടം തീർത്തിട്ട് നമുക്ക് ഇരിക്കാം. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലുള്ള പ്രായമായ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും വീട്ടിൽ സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ, എന്നാൽ പണയം വെച്ചിട്ട് കാര്യം നടത്താമെന്ന് ചിലപ്പോൾ പറയും. കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്ത ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുക. അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ഗവർണർ ചെയ്യുന്നത് കാണിക്കുമ്പോൾ എന്നാൽ അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ്, ഇത് ജനങ്ങളെ അറിയിക്കാത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഇവർക്ക് ഇതിനകത്ത് പറയായിരുന്നു. പക്ഷേ അവിടെ നിന്നിരുന്ന രാജ്യത്തിനെ ഞങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. കാരണം 2025 ഫിനാൻഷ്യലി നമ്മൾ അവിടെയാണ്, ലോക സാമ്പത്തിക ശക്തികളിൽ ഈ ഇന്ത്യ ഇത്രാമതാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ സമയം അവസാനത്തേക്ക് ബാക്കി വെച്ചിട്ടുള്ളത്. എഴുതി കാണിക്കുമ്പോഴൊക്കെ വെച്ചിട്ടുള്ളത്. പ്രൊപ്പഗൻഡ അല്ല കേട്ടോ, ഒട്ടുമില്ല. പക്ഷേ ഗവർണർ വൺ മാൻ ആർമി പുള്ളി നിന്ന് എല്ലാം പുഷ് ചെയ്ത് എല്ലാം അങ്ങ് റെഡിയാക്കി എന്ന് പറയുമ്പോൾ, അപ്പം ബാക്കിയുള്ളൊരു ഇതിനകത്ത് വേറെ ആർക്കും റോളൊന്നും ഇല്ലേ, ചുമ്മാ ഒപ്പിടുക, ഈ പുള്ളി പറയുന്നത് അതുപോലെ വിഴുങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതെന്താ അങ്ങനെയൊന്നും ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ ഓവറോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മറികടക്കാൻ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ പെർഫോമൻസസ് അത്യാവശ്യം നല്ല പെർഫോമൻസസ് ആണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു അതിഭീകര സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, കുഴപ്പമില്ല, ചുമ്മാ കണ്ടിരിക്കാവുന്നൊരു പടം, അത്രേ ഉള്ളൂ. മറ്റേ കേരള സ്റ്റോറി ഇത് അത്രയും വലിയ പ്രൊപ്പഗൻഡ തള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ചും കൂടി ഇമോഷൻസ്, സിറ്റുവേഷൻസ്, അതിൻ്റെ ഭീകരത, ജനങ്ങളെ എങ്ങനെ ബാധിച്ചു തുടങ്ങുന്നു എന്നുള്ളത്, ചുമ്മാ റേഷൻ കടയിൽ വില കൂടുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല. അതിനും അപ്പുറത്തേക്ക് എത്രയോ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുണ്ട്. അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. ഇറ്റ്സ് എൻ ഓക്കെ വാച്ച് ഫോർ മീ. പക്ഷേ സിനിമ ഓരോരുത്തർക്ക് ഡിഫറൻ്റ് അല്ലേ. ഞാൻ ഈ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ട് അതും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.